ഇത് എക്സൽ ഷീറ്റ് ഞാൻ HSUൻ്റെ എക്സൽ ഷീറ്റിൻ്റെ പുതിയൊരു ഫോർമാറ്റ് അയച്ചപ്പോൾ ഒന്ന് രണ്ടാൾ സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതിലൊരു ടോട്ടൽ ഇക്വേഷൻ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെ ഇടുമെന്നില്ല ഇത് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഇക്വേഷൻ ഇട്ട് തരണം എന്നില്ല പറഞ്ഞിരുന്നു ഒരാൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കിയത് സാമ്പിളാണ്. ഇപ്പോൾ HSU1 വീവർ 1 മുതൽ വീവർ 10 വരെ സാമ്പിളായിട്ട് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം ഒരു ഡേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് സാമ്പിളാണ്. അത് മായ്ച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ അടിച്ച് കയറ്റിയാൽ മതി. പിന്നെ ഓൾറെഡി ചെയ്തവരുണ്ടെങ്കിൽ അതങ്ങനെ കോപ്പി ഇതിലേക്ക് ചെയ്താൽ മതി. ടൈറ്റിൽ ഈ മുകളിലത്തെ കോളം ഒഴികെ ബാക്കി ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഒരു 24/12/2022 ആണിത് മൊത്തം അതുവരെ ഉള്ളതെന്ന് നോക്കാം. ഞാൻ ഫ്രം ഡേറ്റ് ഞാൻ നോക്കുന്നില്ല, അങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ നിങ്ങളിവിടെ എല്ലാ ഡീറ്റെയിൽസും അടിക്കുക. പിന്നെ എത്ര നെയ്തെന്നില്ല അടിക്കുക. ഇതിപ്പോൾ 5 ഞാൻ HSU ഷർട്ടിങ്ങും 5 ഷൂട്ടിങ്ങും ചെയ്ത പോലെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ടതില്ല, ഇത് തെറ്റാണ്. കാരണം ഇതാണ് ഇപ്പുറത്തേക്ക് വരേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. അതിനുശേഷം ഇവിടെ വീവറിങ് ഇതൊന്നും കാണിക്കേണ്ടതില്ല. ഇതെല്ലാം 0 ആക്കിയാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഒക്കെ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്തിക്കും. ഒറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യലോടുകൂടി വരും. ഓക്കെ, അതേപോലെ ഇവിടെയും വരും. ഓക്കെ, ഇവിടെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ബ്ലാങ്ക് ആക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇത്രയും ഡാറ്റ അടിച്ചിട്ട്, അതായത് വീവറുടെ ഡീറ്റെയിൽസും നെയ്ത ഡീറ്റെയിൽസ് അടിച്ച ശേഷം ജസ്റ്റ് ഫൈൻഡ് വേജസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് ഫില്ലാവും, ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. ഓക്കെ, അതേസമയം അബ്സ്ട്രാക്ട് എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റിൽ ഇതിപ്പം ഡേറ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് കോമ ബട്ടൺ സെലക്ട് ചെയ്യുക, ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡിസംബർ 22 വരില്ല, ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നുള്ളത്. എത്ര വരെ നെയ്തുന്നില്ല, എത്ര ഡ്യൂ എന്നില്ല, ടോട്ടൽ കിട്ടും. ഇനി ഉദാഹരണത്തിന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരുമ്പോൾ നിങ്ങൾ ആ ടോട്ടൽ വ്യൂവേഴ്സിന്റെ ബ്ലോക്ക് എടുത്തിട്ട് വീണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇത് 7/1 വിചാരിക്കുക. ഞാൻ ഫ്രം ഡേറ്റ് മൈൻഡ് ചെയ്യുന്നില്ല, 7/1 വിചാരിക്കുക. 7/1 അടിച്ചു. പിന്നെ അവർ നെയ്തത് ഒരു 25, 26, 27, 28. ഞാനൊരു ആവശ്യം ടെസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഒരു 35, 36, 37 ഇങ്ങനെ അടിച്ചു. ജസ്റ്റ് ഒന്ന് ഫൈൻഡ് വേജസ് അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും, വേജസ് ഒക്കെ കറക്റ്റ് ആവും. വീണ്ടും അബ്സ്ട്രാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കോമ ഒന്നാക്കി കളിയുക. കാരണം ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. കോമ ആക്കുക, ഇക്വേഷൻ അടിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാണിക്കും. 24-ന് ഇത്രയായിരുന്നു, 27-ന് ഇത്രയായിരുന്നു. ടോട്ടൽ കിട്ടാനുള്ള ഇത് രണ്ടും കൂടെ കൂടിയിട്ട് വലത്തുവശം കാണിക്കും. എനിക്ക് തോന്നുന്നു ഇനി ആർക്കും സംശയം ഉണ്ടാവില്ല. ഈ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഷീറ്റിലേക്ക് ഡാറ്റ ഫില്ല് ചെയ്ത് പോയാൽ മതി. പിന്നെ സംഭവിക്കാനുള്ളത് ഒരു പക്ഷേ ഇത് ഞാൻ ക്ലോസ് ചെയ്യുക. ഇത് HSU വേജസ് അബ്സ്ട്രാക്ട് SLS എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ കാണാം, സെക്യൂരിറ്റി വാർണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. അത് ഇതാക്കുക, ഓപ്പൺ ആക്കുക, എനാബിൾ ആക്കുക. ഓക്കെ, അതിന് ശേഷം മാത്രം ബെനിഷ്കിയുടെ ബട്ടണിൻ്റെ അടിയിലല്ല, അതിന് ശേഷം മാത്രമേ ഇത് വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇക്വേഷൻ മാറ്റി അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ.